മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ തെറ്റുകാരനല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും മാർക്കോവിനെ കോടതി വെറുതെ വിടുകയും ചെയ്യുകയാണ്. അതേസമയം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മേഘനാഥനാണെങ്കിൽ തോറ്റ് ആകെ നാണം കെട്ട് വരികയാണ്. മാർക്കോ പറയുന്നുണ്ട് മേഘനോട്, ഈ കേസിൽ എന്നെ പെടുത്താൻ നോക്കിയാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ ശരിക്കും ഒന്ന് കാണാൻ വരുന്നുണ്ടെന്ന് മാർക്കോ മേഘനോട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ മാർക്കോനോട് പറയുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വക്കീൽ കോട്ടെല്ലാം ധരിച്ചിവിടെ വന്നത്. ഇനി എന്തെങ്കിലും കേസും കാര്യങ്ങളും തനിക്കുണ്ടാവുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ രക്ഷിക്കാനായിട്ട് എത്തുമെന്ന് അനന്തവും കണ്ണനും അതുപോലെ തന്നെ പറയുന്നുണ്ട് മാർക്കോനോട്. അങ്ങനെ മേഘനാഥൻ വഴിയിൽ വെച്ചിട്ട് സാഗറിനെ കാണാനിടയാകുന്നു. സാഗറിനെ പിടിച്ചു നിർത്തിയിട്ട് മേഘനാഥൻ നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. നീ എന്നെ ചതിക്കാൻ നോക്കിയവനല്ലേടാ എന്നെല്ലാം പറഞ്ഞ് നന്നായിട്ട് തന്നെ പെരുമാറുന്നുണ്ട്. നീ എല്ലാ സത്യങ്ങളും ആ കണ്ണനോട് പറഞ്ഞു കൊടുത്തല്ലേടാ എന്നും പറഞ്ഞിട്ടാണ് സാഗറിനിട്ട് കൊടുക്കുന്നത്. ഞാൻ നിനക്ക് തന്ന പൈസയുടെ മുതലും പലിശയും എനിക്ക് തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ പെരുമാറുന്നുണ്ട് മേഘൻ. അതുവഴി വരുന്ന മാർക്കോ ഇതെല്ലാം കാണാനിടയാവുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇതുപോലുള്ള ഓരോ പരാജയങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്നെല്ലാം മേഘൻ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, സാറ് വിചാരിച്ച പോലത്തെ ഒരു പെൺകുട്ടിയല്ല മഹാലക്ഷ്മി. കണ്ണൻ സാറിൻ്റെ കമ്പനിയിൽ നിന്ന് എന്നെ പുറത്താക്കുകയും ചെയ്യുന്നു. അതിനുശേഷം എനിക്കൊരാളും എനിക്ക് ജോലി പോലും തരുന്നില്ല. ഞാൻ വളരെ കഷ്ടത്തിലാണ് ജീവിക്കുന്നതെന്നെല്ലാം സാഗർ പറയുന്നു. ഞാൻ പറഞ്ഞേൽപ്പിച്ച പണി നീ വൃത്തിയായിട്ട് ചെയ്തില്ല, അവിടെ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ പതനം എന്നെല്ലാം മേഘം പറയുന്നു. അയാളുടെ പെങ്ങളെ ഞാൻ കല്യാണവും കഴിച്ച് എന്നിട്ട് ഒരു കാലണ പൈസ പോലും എനിക്ക് അവൻ സ്ത്രീധനം തന്നില്ല. ഇതിനെല്ലാം കാരണം നീ തന്നെയാണെന്ന് പറഞ്ഞ് വീണ്ടും രണ്ടടി കൊടുത്തുകൊണ്ട് മേഘനാഥൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ മേഘനുമായിട്ട് എന്തോ നല്ല അടുത്ത ബന്ധമുള്ള ആളാണെന്ന് മാർക്കോക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സാഗർ. മേഘൻ പോയതിന് ശേഷം സാഗറിൻ്റെ അടുത്തേക്ക് മാർക്കോ ചെല്ലുന്നുണ്ട്. അങ്ങനെ സാഗർ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ മാർക്കോവിനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മാർക്കോ, തന്നെയും പെണ്ണ് കേസിൽ കുടുക്കി നാറ്റിക്കാൻ ശ്രമിച്ചത് ഇയാൾ തന്നെയല്ലേ, അതുകൊണ്ട് ഇയാൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കാനാണ് മാർക്കോ തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് സാഗറുമായിട്ട് മാർക്കോയുടെ താമസ സ്ഥലത്തേക്ക് എത്തുകയാണ്. അങ്ങനെ മേഘനാഥൻ്റെ സകല ചുറ്റിക്കളികളെക്കുറിച്ചും സാഗർ മാർക്കോവിനോട് പറയുന്നുണ്ട്. മാനസ എന്നൊരു പെണ്ണുമായിട്ട് മേഘന അടുപ്പമുണ്ട്, അതിലൊരു കുട്ടിയും ഉണ്ടെന്നെല്ലാം വിശദമായിട്ട് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് മാർക്കോ സാഗറിനോട് പറയുന്നുണ്ട്, താൻ എന്തുകൊണ്ടും പേടിക്കണ്ട, സാഗറിനെ ഈ നിലയിലാക്കിയ മേഘനോട് പ്രതികാരം ചെയ്യാൻ തനിക്ക് ആഗ്രഹമില്ലേ എന്നെല്ലാം ചോദിക്കുന്നു കേട്ടോ. നല്ലവരായ ആ കണ്ണൻ സാറിനെയും അതുപോലെ മഹാലക്ഷ്മി മാഡത്തിനെയും ദ്രോഹിക്കാൻ ശ്രമിച്ച മേഘനോട് എനിക്കും തീരാത്ത പകയുണ്ടെന്ന് മാർക്കോ പറയണ്ട. അതേസമയം മേഘനാഥൻ വീട്ടിലെത്തുന്നു. എന്നിട്ട് വീട്ടിലുള്ളവരോട് എല്ലാവരോടും പറഞ്ഞല്ലോ ഇനി ഒരിക്കലും ആ മാർക്കോ പുറം ലോകം കാണില്ല എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. ആകെ നാണം കെട്ടാണ് വീട്ടിലേക്കും തിരിച്ചു വരുന്നത്. അങ്ങനെ വാമൻ്റെയും അതുപോലെ തന്നെ മഞ്ജുവിൻ്റെയും മുഖത്തെല്ലാം ഇനി എങ്ങനെ നോക്കും എന്നങ്ങനെ ആലോചിച്ച് ആകെ അങ്കലാപ്പിൽ നിൽക്കുന്നുണ്ട് മേഘൻ. പിന്നീടാണെങ്കിൽ മാനസയുടെയും അതുപോലെ അപ്പുവിൻ്റെയും മേഘനാഥൻ്റെയും ഫോട്ടോ ഒന്ന് മഞ്ജുവിൻ്റെ ഫോണിലേക്ക് മാർക്കോ അയച്ചു കൊടുക്കുന്നു. ഇത് കാണാനിടയാകുന്ന മഞ്ജു ആകെ ഷോക്കായി നിൽക്കുന്നു. അങ്ങനെ മേഘനാഥൻ്റെ സകല കളികളും മഞ്ജു അറിയാൻ ഇടവരികയും പിന്നീട് നമ്മുടെ കണ്ണേട്ടൻ തന്നെയായിരുന്നു ശരി മഞ്ജുവിന് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരുന്നത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.